അടുത്തത് തിയറം 7 ആണ്. കോംപ്ലിമെന്ററി സ്ലാക്ക്നെസ് തിയറം. If x star and y star be feasible solution to the primal and dual LP problems, then a necessary and sufficient condition for x star and y star to be optimal solution to their respective problem is. അപ്പോൾ എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവാനുള്ള ഈഫ് ആൻഡ് ഉള്ള ഈഫ് കണ്ടീഷൻ ആണ് പറയുന്നത്. എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ yi into xn plus I should be equal to 0 for I is equal to 1 to m, and xj into ym plus j equal to 0 for j is equal to 1 to etc. n. അപ്പോൾ ഈ yi into xn plus y എന്ന് പറയുന്നത് ith ഡ്യുവൽ വേരിയബിൾ, yi എന്ന് പറയുന്ന ith ഡ്യുവൽ വേരിയബിളാണ് ഇൻറ്റു ith നമ്മുടെ എക്സ് എൻ പ്ലസ് ഐ എന്ന് പറയുന്ന ith സ്ലാക്ക് വേരിയബിൾ ആണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ith ഡ്യുവൽ വേരിയബിൾ, നമ്മുടെ ഡ്യുവലിന്റെ ith വേരിയബിളും ith സ്ലാക്ക് പ്രൈമലിന്റെ ith സ്ലാക്ക് വേരിയബിളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. അതായത് അതിലേതെങ്കിലും ഒന്ന് 0 ആയിരിക്കും. അതുപോലെ ഇത് പറയുന്നത് എന്താണ്? jth പ്രൈമൽ വേരിയബിൾ into jth surplus variable of dual equal to 0. ഇവിടെ നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ jth വേരിയബിളും ഡ്യുവലിൻ്റെ അകത്ത് jth സർപ്ലസ് വേരിയബിളും കൂടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയിരിക്കും എന്നുള്ളതാണ് ഒരു ഈഫ് ആൻഡ് ഉള്ള ഈഫ് കണ്ടീഷനായിട്ട് പറയുന്നത്. എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ഫീസിബിൾ ആണെങ്കിൽ ഇതുണ്ടെങ്കിൽ എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ഫീസിബിൾ ആണെന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് എക്സ് സ്റ്റാർ ബി എ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ എടുക്കുക. എക്സ് സ്റ്റാർ ബി എ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ടു ദ പ്രൈമൽ എൽ പി പ്രോബ്ലം നമ്മൾ എടുക്കുവാണ്. മാക്സിമൈസ് ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ ജെ സി, സിഗ്മ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സാധാരണ ട്രാൻസ്പോസ് വെച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ സിഗ്മ എന്നുള്ള നൊട്ടേഷനാണ്. ജെ എടുക്കുമ്പോൾ 1 to n സി ജെ എക്സ് ജെ എൻ വേരിയബിൾസ് ആണുള്ളത്. അപ്പം നമ്മുടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് നമുക്ക് സിഗ്മ എ ഐ ജെ എക്സ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോമിലല്ല നമ്മൾ സാധാരണ എടുക്കുന്നത് സിഗ്മ എ ഐ ജെ. അപ്പം നമുക്ക് ജെ ഈസ് ഈക്വൽ ടു 1 to n, എന്നിട്ട് ഐ വേരീസ് ഫ്രം 1 to m എടുക്കുമ്പോൾ നമുക്ക് m കൺസ്ട്രെയിൻസ് കിട്ടും. ആദ്യം നമ്മൾ ജെ ഐ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കൺസ്ട്രെയിൻ ഈക്വൽ ടു b1 എന്നുള്ളത് കിട്ടും. അടുത്ത് നമുക്ക് b2 എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ബി ഐ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to m എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ഇത് ആക്ച്വലി എങ്ങനെയാണ് a11 x1 a12 x2 പ്ലസ് എക്സെട്ര a1n xn ഈസ് ഈക്വൽ ടു b1. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്ലാക്ക് വേരിയബിൾ xn+1 ആഡ് ചെയ്യണം. രണ്ടാമത്തേത് വരുമ്പം a21 x1 a22 x2 പ്ലസ് എക്സെട്ര a2n xn പ്ലസ് xn+2 ഈസ് ഈക്വൽ ടു b2. പിന്നെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? അവസാനം m കൺസ്ട്രെയിൻസ് ആണുള്ളത്. am1 x1 am2 x2 പ്ലസ് എക്സെട്ര amn xn പ്ലസ് xm+n ഈസ് ഈക്വൽ ടു bm. ഇതാണ് നമുക്ക് ശരിക്കും പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ടു ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് m കൺസ്ട്രെയിൻസ് ഉള്ളപ്പോൾ m സ്ലാക്ക് വേരിയബിൾസ് കാണും. അപ്പോൾ ആദ്യത്തെ n വേരിയബിൾസ് നമ്മുടെ ഒറിജിനൽ വേരിയബിൾസ്, പിന്നെ n+1 തൊട്ട് n+m ആണ്. xn+1 xn+2 എക്സെട്ര xn+m. അപ്പോൾ നമുക്ക് xn+1 xn+2 എക്സെട്ര xn+m m സ്ലാക്ക് വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് എഴുതുവാണെങ്കിൽ പ്ലസ് xn പ്ലസ് ഇവിടെ നമ്മൾ വേരിയബിള് എന്താണോ ആ കൊടുത്ത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ n+1 1 n+2 2 n+m ആകുമ്പോൾ m. അപ്പോൾ ആ n+i എന്നുള്ള നൊട്ടേഷൻ കൊടുക്കാമല്ലോ.
ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to m. അപ്പോൾ ഈ ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ ഇവിടെ ഐക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കിട്ടും, ഐക്ക് 2 കൊടുക്കുമ്പം സെക്കൻഡ് കിട്ടും, ഐക്ക് m കൊടുക്കുമ്പോൾ ലാസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ കൺസ്ട്രെയിൻസിനെ നമുക്ക് സിഗ്മ j ഈസ് ഈക്വൽ ടു 1 to n a i j x j പ്ലസ് എക്സ് എൻ പ്ലസ് ഐ ഈക്വൽ ടു ബി ഐ ഫോർ എക്സ് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ഈ സെറ്റിനെ നമുക്ക് ഇക്വേഷൻ 1 എടുക്കാം. എന്നിട്ട് y സ്റ്റാർ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ ഡ്യുവൽ പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഡ്യുവൽ നമ്മൾ എങ്ങനെ എഴുതും? മിനിമൈസ് ZY ഈസ് ഈക്വൽ ടു, അവിടെ നമുക്ക് ഇവിടെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് അല്ലേ വരുന്നത്. അപ്പോൾ അവിടെ ഐ ഈസ് ഈക്വൽ ടു 1 to m വരും. കാരണം ഇതിൻ്റെ അകത്ത് m കൺസ്ട്രെയിൻസ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 1 to, ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഇവിടുത്തെ നേരെ നോക്കി ഇതിൻ്റെ കൺസ്ട്രെയിൻ അങ്ങ് എഴുതിയാൽ മതി, അല്ല ഐയും ജെയും എല്ലാം മാറിപ്പോകും. അപ്പം നമുക്ക് ഇവിടെ വരുന്നത് ഇവിടെ j ഈസ് ഈക്വൽ ടു 1 to m, ഇവിടെ m കൺസ്ട്രെയിൻസ് വരുന്നത് കൊണ്ട് ഐ ഈസ് ഈക്വൽ ടു 1 to m വേരിയബിൾസ് ആണ് വരുന്നത്. അപ്പോൾ അത് BI എന്നുള്ളതാണ് നമ്മുടെ വരുന്നത്. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്, നമ്മുടെ അവിടെ കൺസ്ട്രെയിൻസ് വരുന്നത് എങ്ങനെയാണ്? A11 y1 A21 y1 എക്സെട്ര AMN അല്ലേ. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് A11 y1 A21 y2 എക്സെട്ര AMN ym ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C1 ആണ്. ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ym+1 എന്നുള്ളൊരെണ്ണം കൊടുത്തിട്ട് ഈക്വൽ ടു ആക്കി മാറ്റണം. ഈസ് ഈക്വൽ ടു C1. അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ? A12 y1 A22 y2 എക്സെട്ര AM2 ym ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C2 ആണ്. അപ്പോൾ നമ്മളൊരു സർപ്ലസ് വേരിയബിൾ കുറയ്ക്കണം, ym+2 ഈക്വൽ ടു C2. അങ്ങനെ ലാസ്റ്റ് എന്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ വരുന്നത്? A1n y1 A2n y2 etc. AMN ym ഈക്വൽ ടു CN വരും, മൈനസ് ym+n. അവിടെ m+1 m+2 എക്സെട്ര m+n. നമ്മൾ ഈ ഒറിജിനൽ നോക്കി ചെയ്താൽ മതി, ഇത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഒറിജിനൽ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന് കറസ്പോണ്ടിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നത് വെച്ച് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് സർപ്ലസ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ എഴുതാത്തത്. നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആണ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C1 വന്നത്. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സർപ്ലസ് വേരിയബിൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ നമ്മൾ സമ്മേഷൻ ആയിട്ട് എഴുതുമ്പം അത് സിഗ്മ നമുക്ക് AIJYI മൈനസ് ym+j ഈക്വൽ ടു CJ where j greater than or equal to 0, j varies from 1 to n എന്ന് പറയാലോ. ഇവിടെ നമുക്ക് വേരിയേഷൻ I is equal to 1 to m. അപ്പോൾ നമ്മൾ ആദ്യം j is equal to 1 കൊടുക്കുമ്പോൾ നോക്കിയേ, A11 y1 A21 y2 A31 y3 AM1 ym മൈനസ് ym+1 ym+1 നമ്മൾ j ഈക്വൽ ടു 1 ആ കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. j ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ രണ്ടാമത്തെ കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ജസ്റ്റ് അതിനെ സമ്മേഷൻ ഫോമിൽ റെപ്രസെൻറ്റ്, ഒന്നും ആയിട്ടുള്ള ജസ്റ്റ് സമ്മേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമൈസ് ZX ഈക്വൽ ടു സിഗ്മ CJ XJ, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ഫോമിലാണ്. നമ്മൾ അതിനകത്തൊരു സർപ്ലസ് വേരിയബിൾ ആഡ് ചെയ്തപ്പോൾ അത് ഈക്വൽ ടു ഫോമിലോട്ട് വന്നു. ഇനി നമ്മൾ ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BIക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു CJ ഫോമിലാണ്. അപ്പോൾ അതിനെ ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിനെ നമ്മൾ ഈക്വൽ ടു ആക്കി മാറ്റുമ്പോൾ നമുക്ക് സർപ്ലസ് വേരിയബിൾ കുറയ്ക്കണം. ഇവിടെ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് ഇവിടെ സർപ്ലസ് വേരിയബിൾ കുറച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ 1
ഇക്വേഷൻ 1നെ നമ്മൾ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ ഈ ഒരു ഇക്വേഷനെ നമ്മൾ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ y1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ നമ്മൾ y2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ നമ്മൾ y3 വെച്ച് മൾട്ടിപ്ലൈ, അങ്ങനെ എന്നിട്ട് അത് ആഡ് ചെയ്യുവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് സിഗ്മ എ ഐ ജെ എക്സ് ജെ പ്ലസ് എക്സ് എൻ പ്ലസ് ഐ ഈക്വൽ ടു ബി ഐ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to m ആണ്. നമ്മൾ ജെ വേരീസ് ഫ്രം 1 to n എടുത്തു. ഇപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷനെ y1 വെച്ച് മൾട്ടിപ്ലൈ, നമ്മൾ രണ്ടാമത്തേനെ y2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, മൂന്നാമത്തേനെ y3 വെച്ച്, അങ്ങനെ ഓരോന്നിനെയും y1 y2 ym വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പം നമ്മൾ ആദ്യത്തെ നമ്മൾ ആദ്യം y1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? j ഈസ് ഈക്വൽ ടു 1 to n a i j x j y1 പ്ലസ് എക്സ് n പ്ലസ് 1 y1 ഈസ് ഈക്വൽ ടു b1. ഇതിൻ്റെ അകത്ത് i ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. അടുത്തത് j ഈസ് ഈക്വൽ ടു 1 to n a ഐക്ക് നമ്മൾ a1j ആണേ, a2j xj y2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം xn പ്ലസ് 2 y2 ഈസ് ഈക്വൽ ടു b2. അടുത്തത് j ഈസ് ഈക്വൽ ടു 1 to n a3j xj y3 പ്ലസ് xn പ്ലസ് 3 y3 ഈക്വൽ ടു b3. ലാസ്റ്റ് mth ഇക്വേഷൻ m എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്മ j ഈസ് ഈക്വൽ ടു 1 to n a mj xj ym പ്ലസ് xn പ്ലസ് m ym ഈസ് ഈക്വൽ ടു bm. ഇവിടെ ഉണ്ട്, ഇവിടെ y1 വരും, ഇവിടെ y2, ഇവിടെ y3, ഇവിടെ ym. അത് ഞാൻ വിട്ടുപോയതാണ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുക. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സെറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് ജെ എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് പുറത്ത്, ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എക്സ് ജെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ നമുക്ക് എന്ത് പറയാം? സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to a എക്സ് ജെ പുറത്തെടുത്താൽ ഇത് a1j y1, അടുത്ത് a2j y2, അങ്ങനെയല്ലേ വരുന്നത്. അപ്പം നമ്മൾ സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n, നമ്മളിങ്ങനെ കോളം വൈസ് ആഡ് ചെയ്യുവാണെങ്കിൽ സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ജെ കോമൺ ആയിട്ട് എടുത്താൽ പിന്നെ മിച്ചം വരുന്നത് എന്താണെന്ന് നോക്കി. ആദ്യത്തെ ടേം അത് ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിക്കുന്നുള്ളത്, നിങ്ങൾ എക്സാമിന് തോന്നുന്ന എഴുതിയൊന്നും വെക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചതാണ്. a1j y1, അടുത്തത് a2j y2 എക്സെട്ര amj ym പ്ലസ് നമുക്ക് അടുത്തത് വരുന്നത് xn പ്ലസ് 1 y1 xn പ്ലസ് 2 y2 പ്ലസ് എക്സെട്ര xn പ്ലസ് m ym ഈസ് ഈക്വൽ ടു b1 y1 b2 y2 പ്ലസ് എക്സെട്ര ഫോമിൽ വരും. ഇനി നമ്മൾ ഇതൊന്ന് നോക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താ? നമ്മൾ a1 y1 a2 y2 am ym ഫോമിലല്ലേ വന്നത്. അപ്പോൾ നമുക്ക് ഒരു സമ്മേഷനും കൂടെ കൊടുക്കാമല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ജെ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m a i j y i എന്ന് പറയാമല്ലോ, aij yi പ്ലസ് ഇവിടെ നമുക്ക് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m ഈസ് ഈക്വൽ ടു 1 to m. നമുക്ക് ഇത് സം ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്. സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ജെ ഇൻറ്റു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എ ഐ ജെ വൈ ഐ പ്ലസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എക്സ് എൻ പ്ലസ് ഐ വൈ ഐ. ഇതിന് നമ്മൾ n പ്ലസ് 1 n പ്ലസ് 2 എക്സെട്രാ വരിക. അപ്പോൾ n പ്ലസ് ഐ വൈ ഐ, ഇതിനെ ബി ഐ വൈ ഐ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് എടുത്തു വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഇസഡ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ. അപ്പം നമുക്കതിനെ സിഗ്മ സി ജെ എക്സ് ജെ ഇ ഈക്വൽ ടു ഇസഡ് എക്സ്, അതായത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3
1ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പം സിഗ്മ സി ജെ എക്സ് ജെ മൈനസ് സിഗ്മ എക്സ് ജെ, 2 സിഗ്മ വരും, സിഗ്മ എ ഐ ജെ വൈ ഐ മൈനസ് സിഗ്മ എക്സ് എൻ പ്ലസ് 1 ഐ വൈ ഐ ഈസ് ഈക്വൽ ടു, ലെഫ്റ്റ് സൈഡ് നമ്മൾ കുറച്ചു, സിഗ്മ സി ജെ എക്സ് ജെ എന്നുള്ളത് സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n സി ജെ എക്സ് ജെ മൈനസ് സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ജെ ഇൻറ്റു സിഗ്മ എ ഐ ജെ വൈ ഐ മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എക്സ് എൻ പ്ലസ് 1 വൈ ഐ ഈസ് ഈക്വൽ ടു ഇസഡ് എക്സ് മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m ബി ഐ വൈ ഐ എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പം നമ്മൾ ഇക്വേഷൻ 3 എഴുതിയിട്ട് 1ൽ നിന്ന് 3 കുറയ്ക്കുവാണ്. അപ്പോൾ ഓർഡർ മാറ്റിയാണ് കുറയ്ക്കുന്നതെന്നുള്ള ഓർത്തോണം. നമ്മൾ സമ്മേഷൻ്റെ സൈഡ് ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ച് കുറച്ചു. അപ്പോൾ നമ്മൾ ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n കോമൺ ആയിട്ട് എടുത്താൽ, ഇവിടെ സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n കോമൺ ആയിട്ട് എടുത്താൽ സി ജെ എക്സ് സിഗ്മ എക്സ് ജെ നമുക്ക് പുറത്തെടുത്താൽ ഇത് സി ജെ മൈനസ് സിഗ്മ ഇതല്ലേ വരുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നത്. സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n സി ജെ മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എ ഐ ജെ വൈ ഐ ഇൻറ്റു എക്സ് ജെ. നമ്മൾ ഇവിടെ സിഗ്മ ഈ സിഗ്മ പുറത്തെടുത്തു, സി ജെ മൈനസ് ഇതെടുത്തു, എന്നിട്ട് എക്സ് ജെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n സി ജെ മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എ ഐ ജെ വൈ ഐ ഇൻറ്റു എക്സ് ജെ മൈനസ് ഇനിയുള്ള ടേം എന്താണ്, സിഗ്മ എക്സ് എൻ പ്ലസ് ഐ വൈ ഐ I is equal to 1 to m is equal to zx minus sigma I is equal to 1 to m bi yi എന്ന് വരും. ഇനി നമുക്ക് സിഗ്മ ബി ഐ വൈ ഐ, സിഗ്മ ബി ഐ വൈ ഐ നമുക്കറിയാം. സിഗ്മ ബി ഐ വൈ ഐ എന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് വൈ ആണ്. നമുക്കതിനെ ഇസഡ് വൈ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് എക്സ് മൈനസ് ഇസഡ് വൈ എന്ന് നമുക്ക് പറയാലോ. ഇനി നമ്മൾ സി ജെ മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എ ഐ ജെ വൈ ഐ അത് നോക്കുവാണെങ്കിൽ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എ ഐ ജെ വൈ ഐ മൈനസ് വൈ എം പ്ലസ് ജെ എന്ന് പറയുന്നത് സി ജെ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെ 2 സമ്മേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സി ജെ മൈനസ് ദിസ് എന്ന് പറയുന്നത് മൈനസ് വൈ എം പ്ലസ് ജെ അല്ലേ വരുന്നത്. അതാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതി ചേർത്താൽ മതി. മൈനസ് ഇത് 2 സമ്മേഷനാണ്. അപ്പം മൈനസ് സിഗ്മ വൈ എം പ്ലസ് ജെ എന്ന് പറയുന്നത് സി ജെ മൈനസ് സിഗ്മ എ ഐ ജെ വൈ ഐ ആണ്. നമുക്ക് വേണ്ട സി ജെ മൈനസ് സിഗ്മ എ ഐ വൈ ജെയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, അത് മൈനസ് സിഗ്മ വൈ എം പ്ലസ് ജെ വരും. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n സി ജെ മൈനസ് സിഗ്മ എ ഐ ജെ വൈ ഐക്ക് പകരം നമുക്ക് മൈനസ് വൈ എം പ്ലസ് ജെ എന്നുള്ളത് കൊടുക്കും. ഇത്രയും ടേമിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ മൈനസ് സി ജെ മൈനസ് സിഗ്മ. അപ്പോൾ നമ്മൾ ചെയ്തത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എ ഐ ജെ വൈ ഐ മൈനസ് വൈ എം പ്ലസ് ജെ എന്നുള്ളതാണ് സി ജെ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് ഇത് കൊണ്ടുപോകുമ്പോൾ സമ്മേഷൻ ഇതിന് കോമൺ ആണ്. സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to m ഇതിന് കോമൺ ആണല്ലോ. അപ്പോൾ നമ്മൾ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എ ഐ ജെ വൈ ഐ മൈനസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n വൈ എം പ്ലസ് ജെ എന്ന് പറയുന്നതാണ് സി ജെ. അപ്പോൾ സി ജെ മൈനസ് സമ്മേഷൻ ദിസ് എന്ന് പറയുന്നത് മൈനസ് വൈ എം പ്ലസ് ജെ. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നമുക്ക് എക്സ് ജെ പുറത്തുണ്ടായിരുന്നു. ഇത്രയും ടേമിൻ്റെ എക്സ് ജെ മൈനസ് സിഗ്മ എക്സ് എൻ പ്ലസ് ഐ വൈ ഐ ഐ ഈസ് ഈക്വൽ ടു 1 to m എക്സ് എൻ പ്ലസ് എൻ ഐ വൈ ഐ ഈസ് ഈക്വൽ ടു ഇസഡ് എക്സ് മൈനസ് ഇസഡ് വൈ എന്ന് വരും. അപ്പോൾ നമ്മൾ
ഇതിന് എഴുതുവാണെങ്കിൽ സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to m മൈനസ് പുറത്തെടുത്താൽ അത് എക്സ് ജെ വൈ എം പ്ലസ് ജെ മൈനസ് സിഗ്മ എക്സ് എൻ പ്ലസ് ഐ വൈ ഐ ഈസ് ഈക്വൽ ടു 1 to m. ഈസ് ഈക്വൽ ടു ഇസഡ് എക്സ് മൈനസ് ഇസഡ് വൈ എന്ന് വരും. ജസ്റ്റ് ഇതൊന്ന് മൈനസ് പുറത്തെടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കറിയാം എക്സ് സ്റ്റാറും വൈ സ്റ്റാറും നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ പ്രൈമൽ ആൻഡ് ഡ്യുവൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇസഡ് എക്സ് മൈനസ് ഇസഡ് വൈ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് 0 എന്ന് നമുക്ക് എടുക്കാം. നമ്മൾ എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ എടുക്കുവാണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇസഡ് എക്സും ഇസഡ് വൈയും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എന്താ ഈ മൈനസും കൂടെ നമ്മൾ കളയുവാണെങ്കിൽ സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ജെ വൈ എം പ്ലസ് ജെ പ്ലസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എക്സ് എൻ പ്ലസ് ഐ വൈ ഐ ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്കറിയാം ഈ ഓരോ വേരിയബിളും ഡ്യുവൽ വേരിയബിളും എക്സ് ജെകൾ എന്ന് പറയുന്നത് എന്താ, എക്സ് ജെ ഫോർ ജെ ഈസ് ഈക്വൽ ടു 1 to n എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമൽ വേരിയബിൾസ് ആണ്. ഈ എക്സ് എൻ പ്ലസ് 1 തൊട്ടുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലാഗ് വേരിയബിൾസാണ്. ഇത് നമ്മുടെ ഡ്യുവൽ വേരിയബിളും ഇത് നമ്മുടെ സർപ്ലസ് വേരിയബിളുമാണ്. അപ്പോൾ ഇതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യാണ്. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കുറേ ടേംസിന്റെ സമ്മാണ് നമുക്ക് 0 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സമ്മും ഇതിലെ ഓരോ ടേമും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യാണ്. അപ്പം ഇതിലെ ഓരോ ടേമുകളും 0 ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ സമ്മ് 0 എന്ന് കിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ അകത്തെ ടേമുകൾ ഒന്നും നെഗറ്റീവ് വരുന്നില്ല. എല്ലാ ടേമും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യാണ്. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കുറേ ടേംസിന്റെ സമ്മ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് എന്താണ്, ഈ സമ്മും 0യാണ് ഈ സമ്മും 0യാണല്ലേ അതിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ എല്ലാം നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് എല്ലാ ടേമും 0 വന്നേ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്ക് ഇത് രണ്ടും 0 എന്ന് പറയുമ്പോൾ ഈ സമ്മും 0യാണ്. കാരണം ഈ സമ്മ് നോൺ 0യാണ്, ഈ സമ്മും നോൺ നെഗറ്റീവാണ്, ഈ സമ്മും നോൺ നെഗറ്റീവ്. അപ്പോൾ രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 0 എന്ന് പറയുമ്പോൾ സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ജെ വൈ എം പ്ലസ് ജെ ഈക്വൽ ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എക്സ് എൻ പ്ലസ് ഐ വൈ ഐ എന്ന് പറയാം. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇത് നമ്മളൊന്ന് നോക്കുക. എക്സ് ജെ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമൽ വേരിയബിൾ ആണ്. ജേത്ത് പ്രൈമൽ വേരിയബിൾ ഫോർ ജെ ഈസ് ഈക്വൽ ടു ജെ എപ്പോഴും 1 to n ആണ്. നോട്ടിനകത്ത് 2 പൊസിഷനിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മൾ ജെ ഈസ് ഈക്വൽ ടു 1 to n, ജെ വരുന്നിടത്തെല്ലാം 1 to m, ഞാൻ അറിയാതെ എം ഇട്ടതാണ്. ഇവിടെ ജെ ഈസ് ഈക്വൽ ടു 1 to n ആണ്. ഐ വരുന്നിടത്ത് 1 to m ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ തിരുത്തിക്കോണേ നോട്ടിൻ്റെ അകത്ത്. വൈ ഐ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to m, ഐ ഈസ് ഈക്വൽ ടു 1 to m. ജെ എന്ന് പറയുന്ന 1 to n ആണ്. അതുപോലെ ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തെഴുതിയപ്പം മാറിപ്പോയതാ. ഇവിടെ എം ആണ്, ഇവിടെ എം ആണ്, ഇതും അങ്ങനെ 3 മിസ്റ്റേക്ക് മൊത്തത്തിലുണ്ട്. ഇവിടെ ഒരു എം, ഇത് ഞാൻ n എന്നായിരുന്നു ഇട്ടിരുന്നത്, ഇത് എം ആണ്. ജെ എന്ന് പറയുന്ന 1 to m ഉം 1 to n, ഇത് n ആണ്. ഐ എന്ന് പറയുന്ന 1 to m ആണ്. അപ്പം നമുക്ക് ഈ സമ്മും 0യാണ്, ഈ സമ്മും 0 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എക്സ് ജെ ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കുക. അതായത് നമ്മുടെ ജേത്ത് പ്രൈമൽ വേരിയബിൾ ആണ് എക്സ് ജെ എന്ന് പറയുന്നത്. അപ്പം ജെ എന്ന് പറയുന്ന 1 to n ഉള്ള ഏത് നമ്പർ വേണമെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ x2 ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തു. x2 ഗ്രേറ്റർ ദാൻ 0യാണ്. അപ്പം x2 പോസിറ്റീവ് ആണെങ്കിൽ y m പ്ലസ് 2 0 ആയിട്ടല്ലേ പറ്റുള്ളൂ. കാരണം എക്സ് ജെ ഇൻറ്റു വൈ എം പ്ലസ് ജെ ഓരോ കേസിലും 0 ആയേ പറ്റുള്ളൂ. ഈ സമ്മ് 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാ ടേമുകളും നെഗറ്റീവാണ്, എല്ലാ ടേമുകളും 0, നെഗറ്റീവ് എന്നല്ല. കാരണം ഇതെല്ലാം നോൺ നെഗറ്റീവ് ടേമുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനെ സമ്മായിട്ട് എഴുതി കാണിക്കുവാണെങ്കിൽ ഇത് x1 y m പ്ലസ് 1 പ്ലസ് x2 y m പ്ലസ് 2 പ്ലസ് എക്സെട്ര xn y m പ്ലസ് n ഈക്വൽ ടു 0. അപ്പോൾ ഈ ടേമുകൾ ഓരോന്നും 0 ആയി. കാരണം ഇതിനൊരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ പോസിറ്റീവ് ടേംസ് സം ചെയ്യുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ സമ്മും 0, ഓരോ ടേമും 0. അപ്പം x1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതിന് 0 ആയല്ലേ പറ്റുള്ളൂ. ഈ പ്രൊഡക്റ്റ് 0 വരണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് 0 വന്നേ പറ്റുള്ളൂ. അപ്പോൾ എക്സ് ജെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ y m പ്ലസ് ജെ എന്ന് പറയുന്നത് 0 വന്നേ പറ്റത്തുള്ളൂ.
അപ്പോൾ അതാണ് പറയുന്നത് എക്സ് ജെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വൈ എം പ്ലസ് ജെ വിൽ ബി ഈക്വൽ ടു 0. അപ്പം എക്സ് ജെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമൽ വേരിയബിൾ ജേത്ത് പ്രൈമൽ വേരിയബിൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ജേത്ത് സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത് 0 ആയേ പറ്റുള്ളൂ. ഇനി വൈ എം പ്ലസ് ജെ 0 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വൈ എം പ്ലസ് ജെയുടെ ഇക്വേഷൻ വന്നേക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? അപ്പം നമ്മുടെ കൺസ്ട്രെയിൻ നമ്മുടെ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എ ഐ ജെ വൈ ഐ ഈസ് ഈക്വൽ ടു സി ജെ എന്നായിട്ട് മാറുമല്ലോ. അപ്പം നമ്മുടെ ജേത്ത് അതിന്റെ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻ്റെ അകത്ത് സർപ്ലസ് വേരിയബിൾ 0 ആയി. സർപ്ലസ് വേരിയബിൾ 0 എന്ന് പറയുമ്പോൾ ആ കൺസ്ട്രെയിൻ എന്തായിട്ട് മാറി? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m എ ഐ ജെ വൈ ഐ മൈനസ് 0 എന്ന് പറയും. അപ്പൊ അതാണ് പറയുന്നത് എക്സ് ജെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വൈ എം പ്ലസ് ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ കൺസ്ട്രെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഐ ജെ വൈ ഐ ഈസ് ഈക്വൽ ടു സി ജെ എന്നായിട്ട് മാറും. അപ്പൊ ജേത്ത് കൺസ്ട്രെയിൻ ഇൻ ദ ഡ്യുവൽ എന്ന് പറയുന്നത്, അതായത് ഇവിടെ പറഞ്ഞ ജേത്ത് പ്രൈമൽ വേരിയബിൾ, ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? ജേത്ത് പ്രൈമൽ വേരിയബിള് ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നപ്പം നമുക്ക് ഇവിടുത്തെ ജേത്ത് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ആയിട്ട് മാറി. അവിടെ നമുക്ക് സർപ്ലസ് വേരിയബിൾ ഒന്നും ഇല്ല, അതൊരു ഇക്വേഷൻ ആയിട്ട് മാറി. അപ്പം നമുക്ക് ഇവിടെ എക്സ് ജെ പോസിറ്റീവ് ആണെങ്കിൽ വൈ എം പ്ലസ് ജെ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇനി എക്സ് ജെ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ജെ പോസിറ്റീവ് ആയപ്പോൾ ഇത് 0 എന്ന് കിട്ടി. ഇനി എക്സ് ജെ ഈക്വൽ ടു 0 വന്നാൽ വൈ എം പ്ലസ് ജെ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റുമല്ലോ. ഇത് ഏതെങ്കിലും പ്രൈമൽ വേരിയബിൾ 0 ആണെങ്കിൽ വൈ എം പ്ലസ് ജെ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 0. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതിന് 0 വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഇത് പോസിറ്റീവ് വരാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം? എക്സ് ജെ 0 ആണെങ്കിൽ വൈ എം പ്ലസ് ഐ എന്ന് പറയുന്നത് വൈ എം പ്ലസ് ഐ എന്ന് വൈ എം പ്ലസ് ഐ ആണ്. എം പ്ലസ് ഐ ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണേ. അപ്പോൾ വൈ എം പ്ലസ് ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എ ഐ ജെ വൈ ഐ മൈനസ് എ പോസിറ്റീവ് ടേം ഇസ് ഈക്വൽ ടു സി ജെ. അപ്പം മൈനസ് എ പോസിറ്റീവ് ഇസ് ഈക്വൽ ടു സി ജെ എന്ന് പറയുമ്പം ഇത് സി ജെയേക്കാളും വലുതായിരിക്കില്ലേ? കാരണം സിഗ്മ എ ഐ വൈ ജെ മൈനസ് വൈ എം പ്ലസ് ജെ മൈനസ് എ പോസിറ്റീവ് ടേം ആണ് സി ജെ എന്ന് വരുന്നത്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ അതൊരു കൺസ്ട്രെയിൻ ഇക്വേഷൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? ജേത്ത് പ്രൈമൽ വേരിയബിൾ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സർപ്ലസ് വേരിയബിൾ 0 ആയിരിക്കും. ഇനി ഇത് 0 ആണെങ്കിൽ ഇതൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഇനി നമ്മൾ തിരിച്ച് ഇനി ഈ കേസ് നമ്മൾ പറയാൻ പോകും. അപ്പം നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം പറഞ്ഞത്. എക്സ് ജെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് 0 വന്നേ വൈ എം പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ 0 വന്നേ പറ്റുള്ളൂ. എക്സ് ജെ പോസിറ്റീവ് ആണെങ്കിൽ വൈ എം പ്ലസ് ജെ 0 വന്നേ പറ്റുള്ളൂ. ഇനി എക്സ് ജെ 0 ആണെങ്കിൽ വൈ എം പ്ലസ് ജെ പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇത് ഈക്വൽ ടു 0, അതായത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സിഗ്മ എക്സ് എൻ പ്ലസ് ഐ വൈ ഐ ഈക്വൽ ടു 0 for I is equal to 1 to m നമ്മൾ എടുക്കുക. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n എക്സ് എൻ പ്ലസ് 1 ഐ വൈ ഐ ഈക്വൽ ടു 0 ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to m. അപ്പം വൈ ഐ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വൈ ഐ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് എൻ പ്ലസ് ഐ എന്ന് പറഞ്ഞ് 0 വന്നല്ലേ പറ്റുള്ളൂ. അപ്പം വൈ ഐ പോസിറ്റീവ് ആണെങ്കിൽ എക്സ് എൻ പ്ലസ് ഐ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എക്സ് എൻ പ്ലസ് ഐ 0 എന്ന് വരുമ്പം ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാറി. അപ്പോൾ അത് സിഗ്മ എ ഐ ജെ എക്സ് ജെ ഈസ് ഈക്വൽ ടു ബി ഐ എന്നായിട്ട് മാറി. അപ്പോൾ ഐത്ത് കൺസ്ട്രെയിൻ നമ്മൾ ഐത്ത് ഡ്യുവൽ വേരിയബിൾ പോസിറ്റീവ് ആണെങ്കിൽ ഐത്ത് കൺസ്ട്രെയിൻ ഒരു ഈക്വാലിറ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി വൈ ഐ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അപ്പോൾ എക്സ് എൻ പ്ലസ് ഐ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. എക്സ് എൻ പ്ലസ് ഐ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0 ആണ് ഈക്വൽ ടു ബി ഐ. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരു പോസിറ്റീവ് ടേമും കൂടെ ആഡ് ചെയ്താലേ ബി ഐ ആവുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ ബി ഐ ആണ് നമുക്ക് പറയാം. അപ്പോൾ വൈ ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എൻ പ്ലസ് ഐ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണ്. ആ കേസിൽ സിഗ്മ എ ഐ ജെ എക്സ് ജെ എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ഐ ആണ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഐ എന്ന് പറയുന്നത്
ഗ്രേറ്റർ ദാൻ നമ്മൾ ആദ്യം ചെയ്ത xi ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ ym+j ഈക്വൽ ടു 0. അപ്പോൾ xi ഇൻറ്റു ym+j 0 ആണ് കിട്ടി. ഇനി നമ്മൾ yi ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തു. അപ്പം നമുക്ക് xn+i 0 എന്ന് കിട്ടി. അപ്പം yi ഇൻറ്റു xn+y ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം നമുക്ക് നമ്മുടെ കോംപ്ലിമെൻ്ററി സ്ലാക്നെസ് തിയറമായി. കോംപ്ലിമെൻ്ററി സ്ലാക്നെസ് തിയറം ആക്ച്വലി കോംപ്ലിമെൻ്ററി സ്ലാക്നെസ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്, അത് നമുക്ക് തിയറി ഇനി വരുന്നുണ്ട്, ഞാനത് ആദ്യം എടുത്തില്ലെന്നുള്ളതേ ഉള്ളൂ. കോംപ്ലിമെൻ്ററി സ്ലാക്നെസ് തിയറം ഇതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? പ്രൈമൽ സ്ലാക്ക് വേരിയബിൾ. ഇവിടെ നമ്മുടെ പ്രൈമൽ സ്ലാക്ക് വേരിയബിൾ ഇതാ അല്ലെ, പ്രൈമൽ സ്ലാക്ക് വേരിയബിൾ ഇൻറ്റു ഡ്യുവൽ മെയിൻ വേരിയബിൾ 0 ആണ്. അതുപോലെ തന്നെ പ്രൈമൽ വേരിയബിളും ഡ്യുവൽ സർപ്ലസ് വേരിയബിളും എടുക്കുമ്പോഴും 0 ആണ്. അതാണ് കോംപ്ലിമെൻ്ററി സ്ലാക്നെസ് തിയറം പറയുന്നത്.